പെരുമ്പാവൂരിൽ വീണ്ടും അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അമിതമായ ലഹരി ഉപയോഗമാണ് മരണകാരണം എന്ന് പോലീസ് നിഗമനം. ജോയ്മോൻ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, ഇപ്പോൾ ഇത് തുടർച്ചയായ സംഭവമായി മാറുന്നു. അതിൽ ഏറ്റവും പ്രധാന കാരണം എന്നുള്ളത് ഈ അമിതമായ ലഹരി ഉപയോഗം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പെരുമ്പാവൂരിൽ ഈ കൂടുതൽ അതിഥി തൊഴിലാളികളുള്ള പ്രദേശം കൂടിയാണ്. ഇപ്പോൾ നിലവിൽ ആരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്? സ്വാതി, ഈ ഘട്ടത്തിൽ ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ പോലീസിനൊരു വ്യക്തതയില്ല. നിലവിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പരിശോധന. അതായത് ആരാണ് ഇത്തരത്തിൽ മരിച്ചതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് പെരുമ്പാവൂർ നഗരമധ്യത്തിൽ തന്നെ ഈ സ്കൂളിന് സമീപത്ത് നിന്നാണ് ഇത്തരത്തിൽ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിച്ച ഒരു ദൃശ്യമുണ്ടായിരുന്നു. അതായത് പെരുമ്പാവൂർ ടൗണിൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായിരുന്ന് ലഹരി ഉപയോഗം നടത്തുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്, ആ സ്ഥലത്തിനോട് ചേർന്നുള്ള ഷെഡിലാണ് ഇന്നും മൃതദേഹം കണ്ടെത്തിയത്. മുൻപും സമാന സാഹചര്യങ്ങളിൽ അമിതമായ ലഹരി ഉപയോഗം കാരണം അതിഥി തൊഴിലാളികൾ മരണപ്പെടുന്ന സാഹചര്യം പെരുമ്പാവൂരിലടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് വീണ്ടും ഇന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും ഇയാളുടെ മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ തിരിച്ചറിയാനുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ട് വരുന്നത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ അടക്കം വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ പല മേഖലകളിലായി ജോലി ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗം, അതുപോലെ തന്നെ ലഹരി വ്യാപനം ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ അടക്കം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു മരണം. അത് പ്രാഥമികമായ പോലീസ് നിഗമനത്തിൽ അമിതമായ ലഹരി ഉപയോഗം തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും നിലവിൽ പരിശോധനകൾ തുടരുകയാണ്. ആരാണ് മരിച്ചത്, എന്താണ് മരണകാരണം? പ്രാഥമികമായ നിഗമനം അമിതമായ ലഹരി ഉപയോഗം തന്നെയാണെങ്കിലും ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ പുരോഗമിക്കുന്നത്. സ്വാതി. ശരി ജോയ്മോൻ.